ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമ്മുടെ സോഷ്യൽ സയൻസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 5th ചാപ്റ്ററിലെ ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് വരുന്ന 5ാമത്തെ ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൊതുജന അഭിപ്രായം ജനാധിപത്യത്തിലൂടെ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കണം, ഇതുപോലെ തന്നെ ഓണം എക്സാമിനകത്തൊക്കെ മാർക്ക് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ പ്രത്യേകം എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം പല ആൾക്കാരും പറയാറുണ്ട്, സാർ ഇനി പഠിച്ചു കഴിഞ്ഞാൽ A+ കിട്ടുമോ, ഫുൾ A+ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മകളെ, നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ A+ലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പറ്റും. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചൊക്കെ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, അസ്ത്ര ബാച്ചിനകത്തൊക്കെ ഇതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അസ്ത്രയുടെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യുക, മാറുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പുതിയ ബാച്ചുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരാം. മക്കളെ ശ്രദ്ധിച്ചോ, പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ കാണുമ്പോൾ വലിയ ചാപ്റ്റർ ആയിട്ട് തോന്നും. നമ്മൾ ശരിക്കും കണ്ണ് തള്ളിപ്പോലെ അത്രയും വേറെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഏരിയാസ് ഉണ്ട്. പക്ഷേ മക്കളെ, ആക്ച്വലി അത് ചെറിയൊരു ഏരിയ ആണ്. നമ്മൾ പഠിക്കേണ്ടത് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് മക്കളെ? ആകെ ഈ ചാപ്റ്റർ ഞാൻ പറയുന്നത് സിമ്പിൾ ചാപ്റ്ററാണ്. ആകെ ഈ ഒരു 3 ടോപ്പിക്ക് ഇതിൽ പറയുന്നുള്ളൂ. ഒന്ന്, പൊതുജനാഭിപ്രായത്തിനെ കുറിച്ച്, പബ്ലിക് ഒപ്പീനിയനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ പറയുന്നുണ്ട്. പിന്നുള്ളത് ഏജൻസീസ് ദാറ്റ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ ആണ്. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് പറയുന്നുണ്ട്. പിന്നുള്ളത് ലാസ്റ്റ് വൺ, ഫാക്ടേഴ്സ് ദാറ്റ് ഹിൻഡേഴ്സ് ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ആണ്. പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുക, പബ്ലിക് ഒപ്പീനിയനെ കുറിച്ച് അല്ലെങ്കിൽ അത് പിന്നീട് അത് രൂപപ്പെടുത്തുന്ന ഏജൻസീസിനെ കുറിച്ച്, എൻ്റെ പ്രധാനപ്പെട്ട അതിന് വിഘാതമാകുന്ന അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ചും പറയുന്നത്. ആകെ ഇത്ര ഇത് ചെയ്യുന്നുള്ളൂ, ഇതിനകത്ത് പറയുന്നുള്ളൂ. ആകെ ഇത്ര കൺസെപ്റ്റുകളെ ആണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഇതേ ഉള്ളൂ, നിങ്ങളൊന്ന് ജസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? ആദ്യം തന്നെ മക്കൾ മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോൾ ഓരോ ആൾക്കാരില്ലേ, ഇപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളൊക്കെ തന്നെ എന്താണ്, പീപ്പിൾ ആണ് അല്ലെങ്കിൽ ജനങ്ങളാണ്. നമുക്കൊക്കെ തന്നെ ഒരുപാട് ആവശ്യങ്ങളില്ലേ, ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല റോഡ് വേണം, നമുക്ക് നല്ല ഭക്ഷണങ്ങൾ നമുക്ക് വേണം, നമുക്ക് നല്ല ഹെൽത്ത് വേണം അല്ലേ, നല്ല ഹെൽത്ത് കെയർ നമുക്ക് വേണം, അതേപോലെ തന്നെ നല്ല എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് വേണം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, വേണം. ഇതിലൊക്കെ എല്ലാ ആൾക്കാർക്കും ഇല്ലേ, ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉണ്ടാവും അല്ലേ, ഇതൊക്കെ വേണം. ഇതൊന്നും വേണ്ടാന്ന് ആരും പറയില്ല അല്ലേ, നല്ല റോഡ് വേണ്ടാന്ന് ആരും പറയില്ല, നല്ല ഭക്ഷണം വേണ്ടാന്ന് ആരും പറയില്ല. അതേപോലെ തന്നെ നോക്കി, നല്ല പ്രധാനപ്പെട്ട ആശുപത്രികൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് വേണ്ടെന്നൊന്നും ഒരാളും പറയില്ല, എഡ്യൂക്കേഷൻ ഒന്നും വേണ്ടെന്നൊന്നും ഒരാളും പറയില്ല. കാരണം ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തെ എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ തന്നെയാണ് ഒറ്റക്കെട്ടായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതാണ് ആക്ച്വലി എന്ത്, പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പറയുന്നുണ്ട് പബ്ലിക് ഒപ്പീനിയൻ എന്താന്ന് പറയുന്നുണ്ട്, ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിൽ മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം അല്ലേ. ജനങ്ങളുടെ പൊതുവായ അഭിപ്രായം, അതായത് ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയത്തിന്റെ മുകളിൽ ജനങ്ങൾ പൊതുവായി പറയുന്ന കാര്യങ്ങളാണ് ഇത് പൊതുജനാഭിപ്രായം. അപ്പോൾ അവിടെ പറയുന്നുണ്ട് പബ്ലിക് ഒപ്പീനിയൻ ഈസ് ദ ജനറൽ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ അബൌട്ട് ഇഷ്യൂ അഫക്റ്റിംഗ് ദം അല്ലേ. അപ്പോൾ ജനങ്ങളെ എന്തെങ്കിലും തരത്തിലേക്ക് ബാധിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇതുപോലെ ജനങ്ങൾ പറയുന്ന അഭിപ്രായമാണ് ആക്ച്വലി എന്ത്, പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ നോക്ക്, ഇതാ നിങ്ങൾ നോക്കിക്കോളൂ. ഈ അടുത്തായിട്ട് വിദ്യാഭ്യാസ മന്ത്രി ഇതുപോലെ തന്നെ ഒരു പ്രസ്താവന ഇറക്കി അല്ലേ, സ്കൂൾ അവധിക്കാലം ജൂൺ ജൂലൈ ആക്കിയാലോ, പൊതുജനാഭിപ്രായം തേടി വിദ്യാഭ്യാസ മന്ത്രി. നിങ്ങൾക്ക് അവിടെ കാണാം, വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സ്കൂൾ അവധിക്കാലം, നമുക്കറിയാം ഏപ്രിൽ മെയ് ആണ് നമ്മുടെ സ്കൂൾ അവധിക്കാലം, അത് മാറ്റിയിട്ട് പകരം എന്താണ്, ജൂൺ ജൂലൈ ആക്കിയാലോ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മഴക്കാലം വരുന്നു, ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നത് ജൂൺ ജൂലൈ ആണ്. അപ്പോൾ ആ സമയത്ത് സ്കൂളുകളൊക്കെ പലപ്പോഴും അവധി കൊടുക്കാറുണ്ട് അല്ലേ. കാരണം നിങ്ങൾക്കറിയാം, മഴയുടെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്കൂളുകളൊന്നും വർക്ക് ചെയ്യാറില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, നമ്മുടെ അക്കാഡമിക് ഡേയ്സുകൾ നമുക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലെ വിദ്യാഭ്യാസ മന്ത്രി ഇതുപോലെ തന്നെ മുന്നോട്ട് വെച്ച സാധനമാണ് അല്ലേ. അപ്പോൾ ഒരു പൊതുജന അഭിപ്രായം അതിനകത്ത് ആക്ച്വലി എന്ത് ചെയ്തിട്ടില്ല, രൂപപ്പെടുത്തിയിട്ടില്ല. കാരണം അതൊരു ചർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അതൊരു പൊതുജന അഭിപ്രായത്തിലേക്ക് അത് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്തരത്തിലേക്ക് എല്ലാവരെയും ബാധിക്കുന്ന, കാരണം ഈ ഒരു ഇഷ്യൂ ഒക്കെ എല്ലാവരെയും ബാധിക്കില്ലേ, പഠിക്കുന്ന എല്ലാ ആൾക്കാരെയും, കേരളത്തിനകത്ത് പഠിക്കുന്ന എല്ലാ ആൾക്കാരെയും ബാധിക്കുന്നതാണ് ഈ പറയുന്ന മഴക്കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂൾ ഈ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഉള്ളത് എല്ലാ ആൾക്കാരെയും ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് മേലാണ് എന്ത് ചെയ്യുക, നമ്മൾ അഭിപ്രായം പറയുക. അതാണ് പൊതുജന അഭിപ്രായം. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് സിവിൽ സൊസൈറ്റി. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് സിവിൽ സൊസൈറ്റി. അപ്പോൾ എന്താണ് സിവിൽ സൊസൈറ്റി? അതായത് പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, സംഘങ്ങൾ, വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം. അതായത് പൗരസമൂഹം എന്ന് പറഞ്ഞാൽ, സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഐഡിയ ഇൻ ഡെമോക്രസി. ഇറ്റ്സ് ഇൻക്ലൂഡ് ഓർഗനൈസേഷൻ, ഗ്രൂപ്പ്സ് ആൻഡ് പീപ്പിൾ ഹു വർക്ക് ദ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. അതായത്
പൊതു നന്മയ്ക്ക് വേണ്ടി, അതായത് ഈ പറഞ്ഞ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളിലെ മക്കളെ, അങ്ങനെയുള്ള സംഘടനകളുണ്ടല്ലോ, അങ്ങനെയുള്ള സംഘടനകളും വ്യക്തികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരാശയമാണ് ആക്ച്വലി ഈ പറയുന്ന സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ പൗരസമൂഹം. ഇപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിനകത്ത് ഒരുപാട് ആൾക്കാരില്ലേ സമൂഹത്തിന് വേണ്ടി ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. ഇതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവരൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കിപ്പോൾ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ക്ലീൻ ചെയ്യുന്ന അല്ലേ, ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഹരിതകർമ്മസേനയുടെ ഒക്കെ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ. അതേപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഗ്യാസിനൊക്കെ തന്നെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിനകത്ത് ഈ പറയുന്ന വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ആൾക്കാരൊക്കെ, നിരവധിയായിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രശ്നത്തിന് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് അല്ലേ. അങ്ങനെ ജനങ്ങളുടെ ഒരു പൊതു അഭിപ്രായം അവർ രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മളെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഈ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ പരിചരിക്കുക, ഇതിലൊക്കെ ഉണ്ട് ഒരു പ്രധാനമായിട്ട് എന്താണ്, ഒരു സിവിൽ സൊസൈറ്റി ഉണ്ട്. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ട, ഇത്തരത്തിലേക്കുള്ള സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി എന്താണ്, സിവിൽ സൊസൈറ്റിയാണ് അല്ലെങ്കിൽ പൗരസമൂഹമാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെഡി. ഇനി നമുക്ക് നോക്കേണ്ടത്, അടുത്തൊരു സാധനം നോക്കേണ്ടത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ പൗരസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ. നിങ്ങൾ കാണുമ്പോൾ ഇത് ഒരുപാട് ഉണ്ട് എന്ന് വിചാരിക്കും. ആക്ച്വലി ഇത് ഒരുപാടൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്താണ്, ഇത് സിമ്പിളാക്കി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിക്കോളൂ. ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ട് അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ നോക്കി കണ്ടോ, നിങ്ങളുടെ കാണാൻ വേണ്ടി പറ്റുന്നത് റിഫ്ലക്ഷൻ ഓഫ് ഡൈവേഴ്സ് ഒപ്പീനിയൻ അല്ലേ, അതായത് വൈവിധ്യമാർന്ന അഭിപ്രായങ്ങൾ പ്രതിഫലിക്കുന്നു. അതുപോലെ ക്രിയേഷൻ ഓഫ് ജനറൽ കൺസെൻസ് ഓൺ ടോപ്പിക്കിലെ വിഷയങ്ങൾക്ക് മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു. ഇറ്റ് ചേഞ്ച് സർക്കംസ്റ്റാൻസസ് ടൈം ആൻഡ് ന്യൂ നോളജ് അല്ലേ, സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് മാറും. ലൈറ്റ് റിലേറ്റഡ് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ മാറ്റേഴ്സ്, സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ കാര്യങ്ങളിൽ രൂപപ്പെടുത്തുന്നു അല്ലേ. എനിവൺ ക്യാൻ എക്സ്പ്രസ് ദിയർ ഒപ്പീനിയൻ ഫ്രം എനിവർ അല്ലേ, ആർക്കും ഏത് പ്രദേശത്തു നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാം. എൻഷ്യൂർ ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ അല്ലേ, ജനാധിപത്യപരമായ ആശയവിനിമയം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ ഭയങ്കര സംഭവമൊക്കെ ഉള്ളത് നമ്മളെന്താണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഷോർട്ടാക്കി എന്ത് ചെയ്യുന്നുണ്ട്, തന്നുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഷോർട്ടാക്കിയിട്ട് നമ്മളെവിടെ പറയുന്നുണ്ട് അറിയോ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചായിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ അസ്ത്ര ബാച്ചിനകത്തുണ്ട്. സോ അസ്ത്ര ബാച്ചിനകത്ത് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ചാപ്റ്ററുകളൊക്കെ എടുത്തു തരും. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ബൈ മക്കളെ, ബൈ.